ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്രാട ദിനത്തിലാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മോനെ ഡ്രസ്സ് എടുക്കാൻ, പിന്നെ ചേട്ടനെ അച്ഛനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലായിരുന്നു. സ്റ്റുഡിയോയിലാണ് കേട്ടോ ഗൈസ് ഫസ്റ്റ് മോനെ പോയി നോക്കിയത്. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് സംഭവങ്ങൾ സ്റ്റോക്ക് ഔട്ടായി. ഇങ്ങനെ തിക്കിലും തിരക്കിലും ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അവിടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും ചേട്ടനൊക്കെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകണം, കാരണം വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വീടെത്തിയതിന് ശേഷം സാധനങ്ങളൊക്കെ കുപ്പിയിലാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ് ആദ്യത്തെ പരിപാടി. ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ രസമല്ലേ ഗൈസ്. അപ്പോൾ പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് പറക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇത് ഞാൻ കറിക്ക് വാങ്ങിച്ച എല്ലാ ഐറ്റംസും നാളെ ഊണിന് വേണ്ടതെല്ലാം അരിഞ്ഞ് ബാക്കി വെച്ചു. പിന്നെ രാവിലെ മോർണിംഗിന് ഇഡലിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് രാവിലത്തെ സംഭവമാണ്, നമ്മുടെ തിരുവോണത്തിൻ്റെ രാവിലത്തെ ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഓലൻ ഉണ്ടാക്കി, അതുപോലെ തന്നെ കറിക്കൂട്ടുകളാണ് കാണിക്കുന്നത് കേട്ടോ. തോരൻ, ക്യാബേജ് തോരനാണേ. അതുപോലെ തന്നെ പച്ചടി, സാമ്പാർ, പിന്നെ കൂട്ടുകറി, അതുപോലെ തന്നെ കാളൻ പൈനാപ്പിൾ കറി, പിന്നെ ഉണ്ടാക്കുന്നത് അവിയലുണ്ടാക്കി, കിച്ചടി ഉണ്ടാക്കി, പരിപ്പുണ്ടാക്കി, അതുപോലെ തന്നെ പരിപ്പ് പപ്പടം ഉണ്ടാക്കി. ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിനി പോകുന്നത് അപ്പം റെഡിയാക്കാനാണ്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇനി അത്തം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ. കുളിയൊക്കെ കഴിഞ്ഞു ഗായ്സ്. അപ്പം അത്തം ഇങ്ങനെ ആണ് ചേട്ടൻ ചെറിയൊരു ഡിസൈനൊക്കെ വരച്ചു. കുറച്ച് പൂക്കളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അറിയാവുന്ന രീതിയിലൊക്കെ ഒരു അത്തമൊക്കെ ഇട്ട് സെറ്റാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെമിനി എടുത്ത് പൂക്കളും ഇതൊക്കെ വെച്ചിട്ട് ആ ഡിസൈനും കാണിച്ചു കൊടുത്തപ്പോൾ ജെമിനി തലതിരിഞ്ഞാണ് ഓരോ സാധനങ്ങൾ ചെയ്തു വരുന്നത്. അതൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഒരു അത്തം ഇട്ടു. മോനും ഞങ്ങൾക്കൊക്കെ വെളിയിൽ രാവിലെ ഇരിക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നിറച്ച് കൊതുകായിരുന്നു. മഴ സമയമായതുകൊണ്ട് കൊതുകിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ ബാറ്റും കൊണ്ട് കൊതുകിനെ പിടിക്കലായിരുന്നു ചേട്ടൻ്റെ പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത്തമൊക്കെ എങ്ങനെയൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റാക്കി. കൊതുക് കടി കൊണ്ട് ഈ അത്തം ഇടുന്നത് അത്ര വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഗൈസ്. അത്ര വലിയ എളുപ്പ പണിയുമല്ലായിരുന്നു. 3-4 ദിവസം കൊണ്ട് ഈ ഒരു വീട്ടിൻ്റെ അകവും വീട്ടിൻ്റെ പുറവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഞാൻ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് കുറച്ച് വീഡിയോസോ കാര്യങ്ങളൊന്നും ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഒരുപാട് പണി ഈ വീടിനകത്തുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി പറഞ്ഞത് നമുക്ക് പണി തരാനല്ലേ ഗൈസ്. അത് ഒരു ശരിയാണ്, വർഷത്തിലൊരിക്കലെങ്കിലും വൃത്തിയാക്കി ഇടണമല്ലോ അല്ലേ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഫാനൊക്കെ കൊണ്ട് വെച്ചിട്ട്, ചെറിയൊരു ഫാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫാനൊക്കെ കൊണ്ട് വെച്ചിട്ട് അത്യാവശ്യം കുറച്ചൊരു കൊതുകടിയിൽ നിന്നൊക്കെ ഒരു ശമനം ഉണ്ടായിരുന്നു. അപ്പോൾ കാട്ടിക്കൂട്ടലൊക്കെ കഴിഞ്ഞ് നമ്മുടെ അത്തം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി അത്തം എങ്ങനെയാണെന്ന് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ അത്തമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് വിളക്കും കൂടെ കത്തിച്ച് വയ്ക്കാം. ഇതാണല്ലോ ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. വൃത്തിയാക്കി ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൂക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി നമ്മുടെ പരിപാടി അമ്പലത്തിൽ പോക്കലാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുകയെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി ഒന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വരാം. ഇതാണ് അപ്പോൾ എൻ്റെ ഓണം ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. മോന് കുറച്ച് 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അവന് മാറി മാറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് വന്ന് കുറേ കംപ്ലയിൻറ്റ്സ് പറയാനുണ്ടായിരുന്നു ദേവിയോട്. അപ്പോൾ നമ്മുടെ തന്നെ അടുത്തുള്ളൊരു അമ്പലത്തിലാണ് പോയത്, നമ്മളെ വീടിനടുത്തുള്ള തന്നെ ഒരു ഭഗവതി ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അങ്ങനെ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയപ്പോൾ ഇഡ്ഡലി സാമ്പാറും കൂട്ടി മോന് കൊടുത്തു. അതുപോലെ ഞാനും കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കഴിക്കാൻ കാരണം കുറേ നേരം പണിയെടുത്തിട്ട് ഇത്തിരി ഫുഡ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും ഒരു വെപ്രാളവും ഒക്കെയാണ്. പിന്നെ ചേട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഷൈയൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, പിടിച്ചൊക്കെ ഇടും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസിലൊക്കെ. അതുപോലെ തന്നെ റീലെടുക്കാനൊക്കെ എൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് നേരം കുറച്ച് റീൽസും ഫോട്ടോ എടുപ്പൊക്കെയാണ്. അതൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെയാണ്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ സദ്യ ഒരുക്കലാണ് കേട്ടോ. 12:30 ആയപ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കിയ കറികളൊക്കെ നമ്മൾ സദ്യ ഇങ്ങനെ വട്ടം ഒരുക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കഴിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന്. അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നാക്കാൻ, ബെറ്ററാക്കാൻ. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മളെ ഓണത്തിൻ്റെ ഒരു വിശേഷങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അച്ഛനും ഞാനും ചേട്ടനും കുഞ്ഞാവയൊക്കെ കൂടിയിട്ടുള്ള നമ്മുടെ ഒരു ചെറിയ കുടുംബത്തിൻ്റെ ഓണാഘോഷം ഇങ്ങനെയായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾ സദ്യയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇനി അതിന് മുന്നേ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ്, ഞങ്ങളുടെ അത്തവും വാവയും ചേട്ടനും എൻ്റെ കുറേ കാട്ടിക്കൂട്ടലും ഒക്കെ ആയിട്ടുള്ള ഒരു ഓണം. ഇനി അടുത്തൊരു ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. സമൃദ്ധിയോടെയും സന്തോഷത്തിൻ്റെ ഒരു ഓണാഘോഷം നിങ്ങൾക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.